അന്ധത, മൂകത, ബധിരത, പിന്നെ തലകുത്തി നിൽക്കുക. അള്ളാഹു നാം ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. അന്ധതയും മൂകതയും ബധിരതയും സംഭവിച്ചൊരു മനുഷ്യനുണ്ട് ഈ ലോകത്ത്. എന്നിട്ട് എന്താ നിങ്ങൾ അതിന്റെ അവസ്ഥ ആലോചിച്ച്, കാണാൻ കഴിയില്ല, കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. പിന്നെ ആ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കുക? കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞേ. ഒന്നില്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ കാണണം. ഇത് രണ്ടുമില്ല, മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമില്ല. വെറും എന്തുമാത്രം? സ്പർശനം മാത്രം. സ്പർശനം മാത്രം. ഖുർആൻ പഠിക്കണമെങ്കിൽ സ്പർശനം. ഇത് ഹിദായത്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്പർശനം. അള്ളാഹുവിന്റെ കലാമ് വായിക്കുന്നത് സ്പർശനത്തിലൂടെ, റസൂലിന്റെ കൽപ്പനകൾ മനസ്സിലാകുന്നത് സ്പർശനത്തിലൂടെ. ഇപ്പൊ മനസ്സിലായോ? ചെവിയും കണ്ണും അല്ല, എന്ത്? ബ്ലോക്ക് ഹൃദയമാണ്. അദ്ദേഹത്തെ കാണിച്ചു തരാം. അദ്ദേഹം സൗദി അറേബ്യയിലെ ദായിയാണ്, ചില്ലറല്ല, ദായി. ഫായിസ് അസ്ബൈത്തി ഹഫിളഹുല്ലാ ദാവത്ത് നടത്തുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ദാവത്ത് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? പഠിക്കണ്ടേ? എങ്ങനെയാണ് അദ്ദേഹം പഠിക്കുന്നത്? സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെ ഉണ്ട്. എന്താണ്? കണ്ണ് കാണാൻ കഴിയുന്ന പക്ഷെ കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് ക്ലബ്ബുകളുണ്ട്. അവിടെയാണ് ശേഖന്മാര് പോയിട്ട് ക്ലാസ് എടുക്കുക. അവര് കണ്ണ് കാണും, ആംഗ്യം കാണിക്കും. ആ ആംഗ്യ ഭാഷയിലൂടെ ചെവി കേൾക്കാത്ത ആളുകൾ ദീൻ പഠിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ അവർക്ക് മനസ്സിലാകും, സംഗതികളൊക്കെ മനസ്സിലാവും. പക്ഷെ ഫായിസ് അസ്ബൈത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതും കഴിയില്ല, കണ്ണ് കാണാനും കഴിയുന്നില്ല, കണ്ണും കാണാൻ. അപ്പൊ എന്താണെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന ഉദ്ദേശം? ആ സദസ്സിൽ അദ്ദേഹം പോകും. ഫായിസ് സുബൈത്തി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അല്ല, ഷെയ്ഖ് ഇവിടെ നിന്ന് പ്രസംഗിക്കും, അറബിയിൽ ഒച്ചയിൽ സംസാരിക്കും. ഇവിടെയുള്ള ട്രാൻസ്ലേറ്റർ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അത് മനസ്സിലാക്കും. ചെവി കേൾക്കാത്ത ആളുകൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കും, എന്താണ് ദീൻ എന്ന് പഠിക്കും. എന്നിട്ടോ ഫായിസ് സുബൈത്തിക്ക് അതും അറിയില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇത് കേൾക്കുന്ന ആള് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഓരോന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന്. 3 ട്രാൻസ്ലേറ്റർമാരാണ്. അങ്ങനെയാണ് ദീൻ പഠി. എന്നിട്ടാണ് അദ്ദേഹം പോയിട്ട് ദഅവത്ത് നടത്തുന്നത്. എവിടെയാണ് നമ്മളെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ക്ലാസ്സുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ചാൻസുകൾ ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ. എവിടെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? شبكة مزامير آل داود تقدم التفاهم معها كلها باللمس. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى صلوا وسلموا على النبي عليه الصلاة والسلام. السلام عليكم ورحمة الله وبركاته. أنا سعيد جدا برؤيتكم. الحمد لله الذي خلقنا وأوجدنا، والحمد لله الذي أدركنا هذه الأيام. أنا والله ضايق صدري. ليش؟ آخذ المصحف، أنا ما أشوف المصحف يا جماعة، ما أشوف المصحف، ما فيه. أنا ضايق صدري لأني ما أستطيع قراءة القرآن. أنا أحب القرآن، أتمنى أني أقرأ هذا الكلام العسل لأنه أغلى كلام. احمدوا ربكم على هذا البصر أنكم تبصرون وتشوفون ولا تقرؤون القرآن. هذه يعني كثير من الناس يعني لا يشكر الله جل وعلا على هذه النعمة، نعمة البصر. تخيل أن بصرك يروح، تندم مرى عليك القرآن ولا تقرأ القرآن. إذن يا أخي متع بصرك بهذا القرآن، اقرأ، استعذ بالله، تعوذ بالله من الشيطان، اقرأ كثيرا يا أخي، استفد، متع بصرك بكلام الله وكلام رسوله وقواك وجوارح. അർത്ഥം കണ്ടിരുന്നോ അർത്ഥം? പറഞ്ഞുതരാം. അദ്ദേഹം പറയാണ്, ഞാൻ വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാന്റെ കലാമ് ഇതെനിക്ക് വായിക്കാൻ പറ്റണില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല അതിനാൽ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പരിശുദ്ധ ഖുർആൻ, ഈ തേനൂറുന്ന വചനം വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതിനാൽ നിങ്ങൾ
അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ തന്നെ വേണം. അതായത് ഈ നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ണ്, ആ കണ്ണിന് നിങ്ങൾ അനുഗ്രഹം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ കുളിർമ അണിയിക്കണം, അല്ലെങ്കിൽ ആസ്വദിപ്പിക്കണം അള്ളാഹുവിൻ്റെ ഈ കലാമ കൊണ്ട്. ഇത് വളരെ വലിയൊരു കലാമാണ് എന്ന് കണ്ണിന് അന്ധത ബാധിച്ച പക്ഷെ ഹൃദയത്തിന് അന്ധതയില്ലാത്ത അദ്ദേഹം നമ്മോട് പറയണം. അദ്ദേഹം റമദാനിൽ ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളിൽപ്പെട്ട ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം പറയാണ്, എനിക്ക് യാതൊരു പരിഭവമില്ല, എനിക്ക് കണ്ണില്ല, കാതില്ല, എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം എന്താ? ഈ ആയത്ത്. ഞാനൊരു 60 വർഷേ ഏറി വന്നാൽ ജീവിക്കുള്ളൂ. പക്ഷേ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് അങ്ങനെ 50,000 വർഷം നിൽക്കേണ്ടി വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് എനിക്ക് യാതൊരു പരിഭവവും